ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം ഗൈസ്. അപ്പൊ ഞാൻ ഓൾറെഡി പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു നമ്മുടെ Q&A വീഡിയോ ആണിത്. അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിന്റെ നിങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹങ്ങൾ അതാണ് നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത്യാവശ്യം നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് മിക്കതും കോമൺ ആണ്, പക്ഷെ പുതിയ പുതിയ വെറൈറ്റി ട്വിസ്റ്റുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. സോ ഗൈസ് അപ്പൊ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അപ്പം അമ്മയുടെ അടുത്ത് മാളുവിന്റെ അടുത്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്ന് ചോദിച്ചേക്കണത്. നിങ്ങൾ ഇപ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു? സന്തോഷം. അമ്മ ഇല്ലെങ്കിൽ ഞാൻ സ്റ്റേജിൽ കയറ്റി നിർത്തി പറയിപ്പിക്കും. എനിക്ക് ഫീൽ ചെയ്യണ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ മാളു? എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, നോർമൽ ഫീലിംഗ്. ഓക്കെ, അവർക്ക് നോർമൽ ഫീലിംഗ്. അവർ രണ്ട് മാളു നിർവികാരം, നല്ല സമാധാനമുണ്ട്. അമ്മയ്ക്ക് സമാധാനം. ഓക്കെ, അവർക്ക് സമാധാനവും സന്തോഷമുണ്ട്. ഓഫ് കോഴ്സ് എനിക്ക് സമാധാനവും സന്തോഷമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത നമ്മളുടെ അടുത്ത് മൂന്നോർത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹേയ് ഗംഗ നമ്മളുടെ അടുത്താണ്, നമ്മൾ മൂന്ന് എഴുതാം. ടൈം ട്രാവൽ ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയാൽ ലൈഫിൽ എന്ത് കാര്യമാണ് ഗംഗ ചേഞ്ച് ചെയ്യുക? ലൈക്ക് ഓർ മൊമെന്റ് ഓർ പേഴ്സണൽ ഡിസിഷൻസ്. ഓ, ഇതിപ്പോ ഞാൻ Q&A മൂന്ന് നിർത്തിട്ടാണ്, എന്നാലും എനിക്ക് അറിയാൻ വേണ്ടിട്ട് അവരുടെ അടുത്തൂടെ ഞാൻ ചോദിച്ചു നോക്കട്ടെ. അമ്മ ലൈഫിലോട്ട് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റിയ നിങ്ങൾ ചെന്ന് നിങ്ങളുടെ അടുത്ത് എന്തോ പറയും? ടൈം ട്രാവൽ എന്ന് പറയുന്നത് വെച്ചാൽ ബാക്കിലോട്ട് പോകാൻ പറ്റിയ നിങ്ങൾ 18 വയസ്സില്ല അങ്ങനെയൊക്കെ സംഭവിച്ചത് നമുക്ക് ഇപ്പൊ നല്ലത് വരാനാണ് വേണ്ടിട്ടെന്ന് ഞാൻ പറയും. ചെന്ന് പറയൂ. ഓക്കെ മാളു? ഓക്കെ, ഞാൻ പറയും ഗൈസ്, നീ ഒരു ഷുണ്ണിയാണ്. ഞാൻ എന്റെ അടുത്ത് തന്നെ ഞാൻ പറയാം, നീ ഒരു ഷുണ്ണിയാണ്. നിന്റെ അടുത്ത് ചിരിച്ച് കാണിച്ചോണ്ട് വരണ എല്ലാരെയും നീ നമ്പരുത്. നീ ഒരു കിഴങ്ങിയാണ്, നീ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, ഞാൻ ചെന്ന് പറയും. എല്ലാരെയും എടുത്ത് തലയിൽ വെച്ചിട്ട് അയ്യോ ലോകത്തൊന്നുമില്ലാത്ത സാധനങ്ങളാണെന്ന് പറഞ്ഞ് തലയിൽ കൊണ്ട് വെച്ച് ചാടരുത്. തനി ഗുണങ്ങൾ അറിയുമ്പോഴത്തേക്ക് തകർന്നു പോവും എന്ന് ഞാൻ ചെന്ന് പറയും. ഇത്രയും ഞാൻ പറയുള്ളൂ, വേറെ ഒന്നും ഞാൻ പറയൂല. ലൈക്ക് വാട്ട് എവർ, ഇനി എനിക്ക് ലൈഫിൽ റിലേഷൻഷിപ്പ് ആണോ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ ചെന്ന് പറയും. ആ ലൈഫിൽ ചില ആൾക്കാർ വന്നാലേ നമ്മൾ പലതും പഠിക്കുള്ളൂ. പക്ഷെ ഞാൻ വല്ലാത്ത പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ഞാൻ ആദ്യമേ പറയും, ആരെയും നമ്പാതെ കിഴങ്ങി എന്ന് ഞാൻ ചെന്ന് പറയും എന്റെ അടുത്ത് തന്നെ. ഓക്കെ, അമ്മയ്ക്കാണ്. അമ്മയ്ക്ക് ഒരു സെക്കൻഡ് മാരേജ് വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മളെടുത്താണേ മാളു. ഓക്കെ, എനിക്ക് മുന്നേ തോന്നിയിട്ടുണ്ട്. ലൈക്ക് പാസ്റ്റ് ഒരു 3-4 വർഷം അല്ലെങ്കിൽ ഒരു 2-3 വർഷം മുന്നേ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ അമ്മയ്ക്ക് സെക്കൻഡ് മാരേജ് വേണമെന്നൊന്നുമില്ല. മാളുവിന്? ഓക്കെ, മാളു അല്ല, മാളു ഭയങ്കര പൊസസീവ് ആണ്. ബിക്കോസ് മാളുവിന് അമ്മ ഒറ്റയ്ക്ക് വേണം. അമ്മൂനെ പോലും സ്നേഹിക്കണതിന് ഇവിടെ അടിയാണ്. യെസ്, മാളുവിന് ഇഷ്ടമല്ല. എന്റെ അബിയെ പോലും സ്നേഹിക്കണ, അപ്പൂനെ പോലും അമ്മ സ്നേഹിക്കുന്നത് മാളുവിന് ഇഷ്ടമല്ല. മീൻസ് അങ്ങനെ ഇഷ്ടമല്ല അങ്ങനെയല്ലേ, പിന്നെ വഴക്കൊന്നുമില്ല, ചെറിയൊരു കരകരപ്പാണ്, കളിക്കും. ഓക്കെ, രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അമ്മ ഒറ്റയ്ക്കാക്കില്ലേ? ഓളുണ്ട് അച്ഛനുണ്ട്. ഓക്കെ, ഉത്തരം കിട്ടിയല്ല. പോളോ ഉണ്ട് അച്ഛനുണ്ട്. അതായത് പോളോ എനിക്ക് അച്ഛൻ വാല് വരെയാണെന്ന് പറഞ്ഞു. മാളു നീയാ? ഓക്കെ, എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു ദൂരെ പോണ്, അതായത് എന്റെ ഇവിടെ നിന്ന് ഒരു നല്ല ദൂരം ആണ് പോണെന്ന് പറഞ്ഞ് എനിക്ക് പകരം ഒരു തുണയാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് പോളോയെ വാങ്ങിച്ചു കൊടുത്തത്. പക്ഷെ പോളോയ്ക്ക് എൻ്റെ അമ്മ ഒരു തുണയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവനാണ് ഇവിടുത്തെ റൗഡി. സോ അപ്പൊ അമ്മ പറഞ്ഞാൽ അമ്മയ്ക്ക് പോളോ അച്ചുണ്ടെന്ന് പറയണം. മാളു പറഞ്ഞു മാളു പോവില്ലാന്ന്. ആൻഡ് ഞാൻ ഒരു തെറ്റിദ്ധാരണയാണ് ആൾക്കാരുടെ, എനിക്ക് അറിഞ്ഞൂടാ അത് എത്ര പേരുടെ മനസ്സിൽ അങ്ങനെയാണെന്ന്. കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ വീട്ടുകാരുടെ എല്ലാവരും ഉപേക്ഷിച്ച് അവിടെ ചെന്ന് കയറി കുടുംബത്തിൻ കുത്തുവിളക്ക് അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്കില്ല. ഞാൻ അങ്ങനെ ആരും ഉപേക്ഷിച്ച് പോകണമില്ല. എനിക്ക് അങ്ങനെ ഉപേക്ഷിക്കാനും പറ്റൂല. എന്തെങ്കിലും പറയണ്ട അമ്മയുടെ അടുത്ത്? അമ്മയ്ക്ക് ഞാൻ ആരുടെ പറയാ? എനിക്കൊന്നും പറയാൻ. അടുത്ത അമ്മയ്ക്ക് അപ്പൂനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം, മാളൂന് അപ്പൂനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം പറയണം. വളരെ നല്ല അഭിപ്രായം. അമ്മ ഇത്തി കുറച്ച് നല്ലപോലെ ഇരുന്ന് പറയുമ്പോ എന്തൊരു എവിടെ പോകാനുള്ളതൊക്കെ പറയാതെ ഇരുന്ന് സമാധാനത്തിൽ പറയും. നല്ലൊരു ചെറുക്കൻ, മറ്റേ കോംപ്ലക്സ് അങ്ങനെ ഒന്നുമില്ല, മീൻസ് കുശുമ്പില്ല, കുഞ്ഞായ്മയില്ല, അസൂയയില്ല. നിങ്ങൾക്കുണ്ട്. മാള് പറഞ്ഞിട്ട് നിങ്ങൾ പറയും. നിങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്യാൻ അമ്മ പറയുമെന്ന് പറയണം. അപ്പൊ അമ്മ വയ്ക്കുമ്പോ ആരെങ്കിലും പറഞ്ഞ അതിന്റെ കൂടെ അപ്പൊ മാള് പറയട്ടെ അമ്മ പറഞ്ഞാൽ. അങ്ങനെ ഒരു ഇത് ഒന്നുമില്ല. അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരാളാണ് എന്റെ അപ്പു. ഓക്കെ, അമ്മയ്ക്ക് ഒരു ഹുങ്കില്ല, അങ്ങനെ ഒരു ജാഡോ ഈഗോയോ അങ്ങനെ കോംപ്ലക്സോ ഒന്നുമില്ല. ഭയങ്കര സിമ്പിൾ മനുഷ്യനാണ്, ഡൗൺ ടു എർത്ത് മനുഷ്യനാണ്, ശുദ്ധൻ. ഓക്കെ, നന്മ നിറഞ്ഞവൻ. രണ്ട് ശ്രീനിവാസൻ ഇല്ലേ? ശ്രീനിവാസൻ നന്മ നിറഞ്ഞവൻ എന്റെ അപ്പു. പേഷ്യൻസ് ഉള്ള ഒരു വ്യക്തി. അതായത് സമാധാനം ഇല്ലാത്ത എനിക്ക് സമാധാനമുള്ള ഒരാള്. ഞങ്ങൾ രണ്ടുപേരും രണ്ട് ക്യാരക്ടറാണ്. അപ്പു ഭയങ്കര സമാധാനവും ദേഷ്യവും ഒന്നും ഇല്ലാത്ത ഒരാളാണ്, ഭയങ്കര സമാധാനം.
മറ്റേ ബുദ്ധന്റെ ആളാണ്, നമ്മൾ ഇവിടുത്തെ ബുദ്ധനായിട്ട് അപ്പൂനെ ഇരുത്തിയാലും നമ്മൾ ആലോചിച്ച് അത്ര സമാധാനമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആണ്. ഷോർട്ട് ടെമ്പേർഡ് മീൻസ് പോണോടത്തും വരണോടത്തും അല്ല, എന്ത് ഷോർട്ട് ടെമ്പേർഡ് അല്ലേ? ഷോർട്ട് ടെമ്പേർഡ് ആണ്. എനിക്ക് ദേഷ്യം വരും, ദേഷ്യം കുറച്ച് കഴിയുമ്പോൾ സങ്കടം. ചില സമയത്ത് എന്റെ സങ്കടം മറയ്ക്കാൻ ഞാൻ ഇത്രയും വലിയ ദേഷ്യമുള്ളൊരു മുഖംമൂടി എടുത്തിട്ടിട്ട് എന്തായാലും എനിക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞേക്കും. ഓക്കെ, വളരെ പാവം. അമ്മയ്ക്ക് എന്തെങ്കിലും പറയണ്ട നിന്നെ പറ്റിയാ? നീ വേറെ പാവം. മാരേജ് കഴിഞ്ഞാൽ അമ്മയെയും മാളുവിനെയും മിസ് ചെയ്യില്ലേ? അപ്പോ എന്ത് ചെയ്യും? ഓക്കെ, ഞാൻ ആദ്യം പറയാം ഗൈസ്. ഞാൻ ഇവരെ വിട്ട് നിന്നിട്ടുണ്ട് 2-3 ദിവസം അല്ലേ അമ്മ, 5-6 ദിവസമൊക്കെ ഞാൻ മാറി നിന്നിട്ടില്ലേ നിങ്ങളുടെ അടുത്ത്? ദുബായിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ മാറി നിന്നിട്ടുണ്ട്. പിന്നെന്ന് പറയണത് ആൻഡ് എനിക്ക് അങ്ങനെ അയ്യോ ഞാൻ കല്യാണം കഴിഞ്ഞു പോയി, ഇനി എനിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അങ്ങനെ ഒരു ഇതേ തോന്നും. അങ്ങനെ തോന്നല്ല. ഒരു എന്റെ ഭർത്താവിന്റെ എസ് വേണം, നീ ഇന്ന് നിന്റെ വീട്ടിൽ പോണ്ട എന്നൊന്നും ആ മനുഷ്യൻ പറയാൻ വേണ്ടി പോലില്ല. എനിക്ക് ലൈക്ക് ഞാൻ തോന്നുമ്പോ വരും, ഞാൻ തോന്നുമ്പോ അങ്ങോട്ട് പോകും, ഞാൻ തോന്നുമ്പോ ഇവിടെ വന്ന് നിൽക്കും, ഞാൻ തോന്നുമ്പോ അവിടെ പോയി നിൽക്കും. എനിക്ക് തോന്നുമ്പോ ആ മനുഷ്യന് ഇവിടെ വന്ന് നിൽക്കണമെങ്കിൽ ഇവിടെ വന്ന് നിൽക്കും, അവിടെ ചെന്നിരിക്കണമെങ്കിൽ അവിടെ ചെന്നിരിക്കും. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, രണ്ടിടത്തും മാറിയും തിരിഞ്ഞാണ് ഞങ്ങൾ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മിസ്സിങ് ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, ഗംഗയ്ക്ക് അപ്പുവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ്? ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഗൈസ് അപ്പുവിന്റെ സമാധാനം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമുക്ക് ഏറ്റവും നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആവുന്നത് സമാധാനം തരുന്ന ഒരു വ്യക്തി നമ്മുടെ ലൈഫിലോട്ട് കടന്നു വരുമ്പോഴാണ്. പുള്ളിക്കാരൻ എപ്പോഴും എന്റെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം, ബാക്ക് ബെഞ്ചേഴ്സിനെ പോലെ ബഹളം ഉണ്ടാക്കാതെ. അപ്പൊ ഒരിക്കലും എന്റെ ഫെയിം ഉണ്ട്, എന്റെ പൈസ ഉണ്ട്, ബർക്കി സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ബർക്കി സ്റ്റോക്ക്, വെർസാച്ചിയുടെ പെർഫോം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അടി ഉണ്ടാക്കാൻ പോവില്ല, സപ്തതിക്ക് പൈസയും ചോദിച്ചോണ്ടല്ല, അങ്ങനെയൊന്നും അപ്പോ അല്ല. സോ അതുകൊണ്ട് ഗൈസ് എനിക്ക് എന്ന് വെച്ചാൽ എനിക്ക് എന്നെ കൂടുതൽ മനസ്സിലാക്കണ ഒരാളാണ്. അങ്ങനെ പൈസ ഊറ്റാനോ ഫെയിം ഉണ്ടോ, എവിടെ ഫെയിം വെച്ച് വേണം എനിക്ക് ആൽറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കാൻ, എവിടെ ഫെയിം വെച്ചിട്ട് വേണം എനിക്ക് കാൾമി ഷസാബിനെ കാർത്തിക് സൂര്യ പരിചയപ്പെടാൻ, അങ്ങനെയൊന്നുമില്ല. ഭയങ്കര ലൈക്ക് ഡൗൺ ടു എർത്ത് ആണ്. ഞാൻ എവിടെ ഉണ്ടോ അവിടെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. സോ അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ അതാണ്. പിന്നെ ലോയലാണ്, ചീറ്റ് ചെയ്യില്ല. വിഷിങ് എ ഹാപ്പിയസ്റ്റ് ലൈഫ് ഡാ. താങ്ക് യു സോ മച്ച്. ഓക്കെ അമ്മ ഇത് കേട്ടോണേ, ഇത് എന്റെ അടുത്ത് മാത്രമാണ് ചോദിച്ചേക്കണേ. പക്ഷെ എന്നാലും നിങ്ങൾ ഇത് ഉത്തരം പറയണം. ഇവിടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് സ്നേഹ, താങ്ക് യു സോ മച്ച്. ചേച്ചിയോട് ചോദിക്കാനുള്ള, ചേച്ചിയുടെ ലൈഫിൽ പല പ്രോബ്ലംസും ഉണ്ടായിട്ടുണ്ടല്ലോ ഗൈസ്. എനിക്ക് ഒരിടയ്ക്ക് വെച്ചിട്ട് എനിക്ക് രാവിലെ എണീക്കുമ്പോഴേ പ്രോബ്ലമാണ്, എനിക്ക് രാത്രി കിടക്കാൻ പോലും സമയമില്ല. കാരണം എനിക്ക് പ്രോബ്ലം കാരണം എവിടെയെങ്കിലും നരകിച്ചിരിക്കാനുള്ള ഒരു സമയം എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അതെല്ലാം മറികടക്കാൻ ചേച്ചി എങ്ങനെ കഴിഞ്ഞു? ചേച്ചിയുടെ മൈൻഡിനെ എങ്ങനെയാണ് സെറ്റാക്കി എടുത്തത്? തെറാപ്പിക്ക് പോയി. ഇത്ര സിമ്പിൾ ആയിട്ട് ഉത്തരം പറയുന്നവരാണ്. നിനക്ക് എന്തേലും? യെസ്, ബുക്ക് നോക്കി പഠിക്കുന്ന ഒരാൾക്ക് മാളു ഇങ്ങനത്തെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഇറങ്ങില്ല. പക്ഷെ മാളുവിന് അറിയാം, ലൈക്ക് ഞാൻ കടന്നുപോയ സിറ്റുവേഷൻസ് ഒക്കെ അറിയാം ഗൈസ്. എനിക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് വന്നിട്ടുണ്ട്, ലൈക്ക് നമുക്കല്ലേ അമ്മ. പക്ഷെ ആ ഇഷ്യൂസ് ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ ഭയങ്കര നമ്മൾ പിടിച്ചു കുലുക്കണ രീതിക്കുള്ള ഇഷ്യൂസ് ആണ്. ഞങ്ങൾ അത്രയ്ക്കൊന്നും ആഗ്രഹിച്ചിട്ടില്ല. അപ്പൊ ഉള്ളത് കൊണ്ട് ജീവിക്കുക എന്നുള്ള പ്ലാനാണ് ഞങ്ങൾ അന്നും ഇന്ന് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പക്ഷെ ലൈഫിൽ ആൾക്കാർ വന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങള് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ അതൊന്ന് റിക്കവർ ആയി എടുത്തത്. ഞാൻ ഓഫ് കോഴ്സ് അമ്മ പറഞ്ഞ പോലെ തെറാപ്പിക്ക് പോയി ആൻഡ് കുറെയൊക്കെ ഞാൻ സമയം എടുത്താണ് ശരിയാക്കിയത് ഗൈസ്. ഓക്കെ, മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്നുണ്ടോ? ഓക്കെ അമ്മ. ഓക്കെ ഗൈസ്, ഞാൻ മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്നുണ്ടാന്ന് ചോദിച്ചാൽ ഞാൻ വളരെ റീസെന്റ് ആയിട്ടാണ് വിശ്വസിച്ചു തുടങ്ങിയത്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ മെയിൻ ആയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ വിഷമം എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് എനിക്ക് ഈ പാർട്ട്ണർ റിലേറ്റഡ് അല്ലെങ്കിൽ കല്യാണം എന്നുള്ള റിലേറ്റഡ് സംഭവത്തിലാണ് എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ നരകിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഫാമിലി, എനിക്ക് മനസ്സ് തുറന്ന് അച്ഛ എന്ന് വിളിക്കാൻ പറ്റണം, മനസ്സ് തുറന്ന് എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ പറ്റണം. അതായത് ഒരു ഇവരെയൊക്കെ വിളിക്കണമല്ല എന്നും പറഞ്ഞ് വിളിക്കാതെ എനിക്ക് എങ്ങനെയമ്മ അത് പറയണത് തന്നെ? ഓക്കെ, എനിക്ക് മീൻസ് കള്ളവും കപടവും ഇല്ലാതെ എനിക്ക് അവരെ അച്ഛനും അമ്മന്നും വിളിക്കാൻ പറ്റണം. കാരണം അവരെന്റെ അടുത്ത് നല്ലൊരു നിന്നാലേ എനിക്ക് അങ്ങനെ പറ്റുള്ളൂ. അത് ഞാൻ അപ്പൊ ഞാൻ അത് ഭയങ്കര ആഗ്രഹിച്ചിരുന്നു. ആൻഡ് നെക്സ്റ്റ് എന്റെ ഒരു പാർട്ട്ണർ, അത് ഞാൻ വേറെ ഒന്നുമല്ല ഗൈസ്, എനിക്ക് ഇച്ചിരി പ്രയോറിറ്റി തരുന്ന, എല്ലാ പെണ്ണുങ്ങളും കഴിഞ്ഞ് ലാസ്റ്റ് 100ാമത്തെ പെണ്ണിന്റെ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ വയ്ക്കാതെ ഫസ്റ്റ് പ്രയോറിറ്റി എനിക്ക് തരണ ഒരാൾ ലൈഫ് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. സോ അതെനിക്ക് അതേപോലെ കിട്ടി. പിന്നെ ലോയൽ ആയിരിക്കണമെന്നും വളരെ വളരെ അധികം ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പൊ എനിക്ക് അതേപോലെ കിട്ടിയപ്പം
ഇപ്പൊ എനിക്ക് വിശ്വാസമുണ്ട് മാനിഫെസ്റ്റേഷനിൽ. ഓക്കെ, നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് നമ്മുടെ അടുത്ത് തന്നെ വരുമെന്നുള്ളത്. മാളു ലൈഫിൽ പഠിച്ച ഒരു പാഠം, നിന്റെ A²+B² എന്നല്ലാതെ അതെത്തി പറയണം. സ്പീഡിന് ഞാൻ വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് തെറ്റുകൾ ചെയ്താലേ പാഠം പഠിക്കുള്ളൂന്നുണ്ടാ? പിന്നെ വേറെ എന്തോന്ന് പാഠം പഠിച്ചിട്ടുണ്ട്? തെറ്റുകൾ ചെയ്താലേ പാഠം പഠിക്കുള്ള. ഓ, അല്ലാതെ പിന്നെ ഞാൻ വീട്ടിലിരിക്കണേ, ഞാൻ ശരിയാണ് ഗൈസ്. പൊക്കോണ്ടിരിക്കണ അവളെ ജീവിതം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവള് വലിയ പ്രശ്നമൊന്നുമില്ല ഗൈസ്, ഇവരെ പോലെയല്ല. എവിടെ പോലെയൊന്നും എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് വേറെ ആരും അറിയാനില്ല. മാളൂന് ഉണ്ടെങ്കിൽ തന്നെ മാളിന് വളരെ ചെറിയൊരു സർക്കിളാണ്. 1, 2, 4, 5 ക്രീ പെണ്ണുങ്ങൾ വരുന്ന. ഇല്ല, അവരും അറിയില്ല എന്റെ പ്രശ്നം. ക്രീ മീൻസ് ഞാൻ പറഞ്ഞ ഒരു ക്രാക്ക് പെമ്പിള്ളേർ എന്നെ പോലത്തെ കുറച്ച് അങ്ങനെ, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഞാൻ വഴിയെ പോണ വയ്യാവേലി എടുത്ത് കഴുത്തിൽ കൂടെ ചുറ്റിയിട്ട് ശ്വാസം വിടാൻ പറ്റാതെ അമങ്ങിയിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് മാളും അങ്ങനെ പാഠങ്ങളൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ലൈഫിൽ ഞാൻ ഒരുപാട് പാഠം പഠിച്ചു. പക്ഷെ ഇതിപ്പോ പറയണമെങ്കിൽ പാഠങ്ങൾ മാത്രം എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇറക്കേണ്ടി വരും, ഒരു സിനിമ പോലെ. ഓക്കെ, ഇങ്ങനെ കുറെ നെഗറ്റീവ് ആളുകൾ ലൈഫിൽ നിന്ന് നീക്കി കളഞ്ഞത്. എങ്ങനെയാണ് കുറെ നെഗറ്റീവ് ആളുകളെ ഞാൻ ലൈഫിൽ നീക്കി കളഞ്ഞത് ഗൈസ്, അതാണ് ഈ പാഠം എന്ന് ഞാൻ പറയണത്. അപ്പൊ മാളുവിന്റെ പറയണേക്കാളും ഞാൻ പറയാം, എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്, എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്റെ ലൈഫിലുണ്ട്. എല്ലാ മനുഷ്യർക്കും ഉണ്ടാവണ പോലെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്കത് ഞാൻ എങ്ങനെ എടുത്ത് കളഞ്ഞെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഏറ്റവും ഒരു വൾണറബിൾ ആയിട്ടുള്ള എൻ്റെ ലൈഫിൽ, എൻ്റെ ഇത്രയും നാള് എൻ്റെ ലൈഫിലുണ്ടാകാത്ത ഒരു വൾണറബിൾ എന്ന് വെച്ചാൽ എനിക്ക് തിരിച്ചെണീറ്റ് വരാൻ പോലും പറ്റാത്ത രീതിക്കുള്ള മെന്റലിയും ഫിസിക്കലിയും ഞാൻ തളർന്നു കിടന്ന നിമിഷത്തിൽ, ആ സമയത്തിൽ എനിക്ക് കുറെ വിഷസർപ്പങ്ങളെ എനിക്ക് മനസ്സിലായി. ആട്ടിൻതോലിട്ട ചെന്നായകൾ, സീരിയസ്ലി ഗൈസ്, പുറമെ ഇങ്ങനെ എന്ന് പറഞ്ഞ് നിന്നിട്ട് ബാക്ക് സ്റ്റാബ് ചെയ്യണം ഇഷ്ടംപോലെ ആൾക്കാർ മനസ്സിലായി. സോ അവരെയൊക്കെ ഞാൻ വിളിച്ചാൽ പോലും എടുക്കൂല, ഞാൻ സംസാരിക്കാറില്ല, ഞാൻ ഒന്നും മൈൻഡ് പോലും ചെയ്യാറില്ല. നേർക്ക് കണ്ടാലും എനിക്ക് അറിയാത്തൊരു സ്ട്രേഞ്ചറെ പോലെയാണ് നടക്കുന്നത്. അതോടെ കൂടി എനിക്ക് സമാധാനം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഇൻ കേസ് എനിക്ക് അവരൊരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പരിഗണനയിലെങ്കിലും ഞാൻ നിൽക്കും. പക്ഷെ എനിക്കൊരു നല്ല കാര്യം പോലും ഒരു നല്ല കാര്യം പോലും ചെയ്യാതെ എന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുള്ള, ബാക്ക് സ്റ്റാബ് എന്ന് വെച്ചാൽ പിറകിന്ന് കുത്തണയില്ലേ, പിറകിന്ന് കുത്തണല്ല നമ്മൾ ഈ ആട്ടും തോലിട്ട ചെന്നായ. സ്റ്റിൽ ഐ തിങ്ക് ചില ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ആട്ടും തോലിട്ട ചെന്നാളെ കൊണ്ട് ഞാൻ വലിയ എടുപ്പൊന്നും എടുക്കാറില്ല. ഓക്കെ, ലൈഫിൽ മോശം ടൈമിലും നല്ല ടൈമിലും ഏറ്റവും കൂടുതൽ ഒപ്പം നിന്നത് ആരാണ്? എന്റെ ലൈഫിൽ ആരമ്മ കൂടുന്നത്? നമ്മളൊക്കെ തന്നെ. മീനാക്ഷി, ഫാമിലി, ഗോപിക, അവരൊക്കെയാണ് എന്റെ കൂടെ നിന്നിട്ടുള്ളത് എന്റെ ഏറ്റവും മോശം സിറ്റുവേഷനിൽ. പിന്നെ എന്റെ അബിയുണ്ട്. അബി നമ്മൾ പ്രത്യേകിച്ചും പറയണം, കാരണം ഈ വീട് പണി കഴിഞ്ഞ ശേഷം ഞാൻ ഇങ്ങനെ പറയൂലേ, ഇങ്ങനെ ഉച്ചിയിൽ അടിച്ച് സ്പ്രിങ് കണക്കൊക്കെ ഭൂമിക്ക് 10 അടിയല്ലോ, ഒരു 1000 അടിയോളം താന്നു പോലെ, അങ്ങനെ ഞാൻ താന്നു പോയിട്ടുണ്ടായിരുന്നു നിന്ന പൊസിഷനിൽ നിന്ന്. അമ്മമാര് ഞാൻ വീക്കായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ അബിയാണ് എൻ്റെ കൂടെ തെറാപ്പിക്ക് വരണതും അവിടെ വരണതും ഇവിടെ വരണതും എല്ലാത്തിനും അബിയാണ്. സോ അബി ഒരു റീസൺ ആണ്. മാളു, നിന്റെ ലൈഫിലെ ബിഗ്ഗസ്റ്റ് റിഗ്രറ്റ്? കോളേജ് നേരെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. വീട്ടിൽ കയറി ഇരിക്കുവായിരുന്നു. ഇല്ല, ഞാൻ വെള്ളം എന്റെ അമ്മയുടെ പാത്രം കണ്ട ഗൈസ്, തണുക്കാൻ വേണ്ടിട്ട് പരന്ന പാത്രത്തിൽ ഒഴിച്ചു. പറ. കോളേജിൽ കൊറോണയൊക്കെ അല്ലായിരുന്ന, അതുപോലെ ഞാൻ പോവില്ലായിരുന്നു ഗൈസ്. എവള് പോവില്ലായിരുന്നു. എന്റെ അമ്മ സ്കൂളിൽ പോണ ഇഷ്ടമല്ല. പക്ഷെ എന്റെ അമ്മ ഇതേണൊക്കെ തുറമ്മയൊക്കെ നിങ്ങൾ ഭയങ്കര. എന്റെ അമ്മ പറയും രാവിലെ എണീക്കും, നീ ഇന്ന് പോണം. അപ്പം വളരെ എന്റെ അമ്മ അപ്പം പിടിച്ച് ഇങ്ങനെ ചേർത്ത് വെച്ച് അവർ രണ്ടുപേരുടെ കയറി കിടന്നു. പക്ഷെ ഞാൻ പോകും. അല്ല, എനിക്ക് കൊച്ചുങ്ങൾ ഉറങ്ങണേന് ഇഷ്ടം. എനിക്ക് ഉറക്കത്തിൽ നിന്ന് വിളിച്ചു. പക്ഷെ ഞാൻ രാവിലെ പോകും ഗൈസ്, കാരണം എനിക്ക് ഫണ്ണായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പോയില്ലെങ്കിലും പോയാലും അവള് പഠിക്കാനുള്ളത് വീട്ടിൽ ഇരുന്ന് പഠിക്കുവേണ്ടി. പിന്നെ അവളെ പറഞ്ഞു, ഞാൻ പോയാലും പോയില്ലെങ്കിലും ഞാൻ പഠിക്കില്ല. അമ്മയുടെ ബിഗ്ഗസ്റ്റ് റിഗ്രറ്റ്, ഒന്നും വേണ്ടിയിരുന്നു എന്ന് തോന്നിയ ഒരു റിഗ്രറ്റ്. ഓക്കെ, എത്ര രഹസ്യമായിട്ട് പറയണ്ടോ? അതിപ്പോ കേട്ടല്ലോ, അതാണ് എന്റെ അമ്മയുടെ റിഗ്രറ്റ്. എത്ര രഹസ്യമായിട്ട് പറഞ്ഞില്ലേ. എന്റെ ലൈഫിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് റിഗ്രറ്റ് എന്ന് വെച്ചാൽ, ഒരു ടൈമില് ഞാൻ ഒരു കാര്യം ആലോചിച്ച ഭയങ്കര എനിക്ക് ഏത് സമയത്തെടുത്ത് തല വയ്ക്കാൻ തോന്നിയാ എന്നും പറഞ്ഞ് റിഗ്രറ്റ് ചെയ്ത സമയമുണ്ട്. പക്ഷെ ഇന്ന് ആലോചിക്കുമ്പോ നന്നായി, എല്ലാം നല്ലതിന്. കാരണം അങ്ങനെ ഒരു സംഭവം എന്റെ ലൈഫിൽ ഇല്ലെന്നെങ്കിൽ ഇന്ന് എന്റെ ലൈഫിലുള്ള പീസ് ഇല്ല. സോ അതുകൊണ്ട് എല്ലാം നന്നായി. എനിക്ക് അങ്ങനെ റിഗ്രറ്റ് ഒന്നുമില്ല. നടക്കടാതെ നടക്കും, അനുഭവിക്കാനുള്ള അനുഭവിക്കുക, കരയാവാൻ തോന്നുമ്പോ കരയാ, ചിരിക്കാൻ തോന്നുമ്പോ ഇരിക്കുക, ആരെങ്കിലും കുനിച്ചെറുത്തടിക്കാൻ തോന്നണമെങ്കിൽ അത് ചെയ്യുക, ജയിലിൽ പോയി കിടക്കും. അടുത്ത അമ്മ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ. ഗംഗ അമ്മയ്ക്ക് സെക്കൻഡ് മാരേജ് വേണം തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്കിടയിൽ ഒരു അടിപൊളി ഫാദർ വന്നാൽ എങ്ങനെ സ്വീകരിക്കും? ലവ് യു ഡിയർ, വെരി വെരി പോസിറ്റീവ് പേഴ്സൺ. താങ്ക്സ്. പോസിറ്റീവ് പേഴ്സണിൽ ഞാൻ യോജിക്കുന്നു. താങ്ക്സ്. ഞങ്ങൾക്കിടയിൽ സമാധാനം കളയേണ്ട ഒരാളാണെങ്കിൽ അതാണ് ഗൈസ്, നമ്മൾ റിസ്ക് അല്ല, അപ്പൊ നമ്മൾ സന്തോഷത്തിലാണ്, അത് കളയണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. താല്പര്യമുണ്ട്. അല്ല, ഇനി ഒരാൾ വന്നാൽ നമ്മളെ സമാധാനം
പോണെങ്കിലാ, സന്തോഷം പോണെങ്കിലാ. ഓ അങ്ങനെ. അപ്പൊ വേണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. ഗൈസ് ഞാൻ പറഞ്ഞുതരാം, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മ ഒരാളെ കല്യാണം കഴിക്കണം, അമ്മ ഇങ്ങനെ ട്രിപ്പൊക്കെ പോണം, അമ്മ ലണ്ടനിൽ നിന്നൊക്കെ എനിക്ക് ഫോട്ടോ അയച്ചു തരണം, സ്വിറ്റ്സർലാൻഡിൽ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ കരിക്കുഴി പോണതോലും ഇഷ്ടമല്ല. പക്ഷെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എന്റെ അമ്മയ്ക്ക് ഇവിടെ നെടുവാങ്ങാട് വരെ ഞാൻ ചായ കുടിക്കാൻ പോലും വിളിച്ചാൽ പോലും ഇവര് വരൂല. ഇവിടെ ഞങ്ങള് സിംഗപ്പൂര് പോയി ചെന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോ എന്റെ അമ്മ തിരിച്ചു വരണമെന്ന്. അപ്പൊ ഞാൻ ആലോചിച്ച് ഉഷസിൽ നീ വാണിയാകും, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. സോ അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല. ഗംഗ ടീനേജിലുള്ള ഗംഗയോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താമായിരുന്നു? ഇപ്പൊ ടീനേജിൽ ഗൈസ് ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും മാറ്റങ്ങൾ വരുത്തണ്ട. അന്നൊക്കെ എന്ത് സംഭവിച്ചു അതൊക്കെ നല്ലതിനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഓക്കെ ഗൈസ്, ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എന്ത് സംഭവിക്കുന്നു അതെല്ലാം നല്ലതിനാണെന്ന് വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഇതൊന്നുമില്ല, എനിക്ക് അങ്ങനെ പറയാനൊന്നുമില്ല. ഞാൻ പിന്നെ പറയും സൺസ്ക്രീൻ ഇടാൻ വല്ലതും പറഞ്ഞാലായി. യെസ്, അല്ല ഞാൻ ഒന്നും പറയൂല. ഓക്കെ അമ്മ ഇത് കേട്ടോ. ഒരു നോർമൽ ലൈഫിൽ നിന്ന് പെട്ടെന്ന് കുറച്ച് ഏൺ ചെയ്തപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഫെമിലിയർ ഫേസ് ആയപ്പോൾ വന്ന ഗുഡ് ചേഞ്ച് ആ നെഗറ്റീവ് എന്തെങ്കിലും അഫക്ട് ചെയ്യുന്നുണ്ടോ? ഇതുപോലെ ഒരാൾ നോർമൽ ലൈഫിൽ നിന്ന് സോഷ്യൽ ലൈഫിലേക്ക് പോകുമ്പോൾ അവർക്ക് കൂടുതൽ കൊടുക്കാവുന്ന അഡ്വൈസ് ഫ്രം യുവർ ഓൺ എക്സ്പീരിയൻസ്. അമ്മ എന്ത് തോന്നുന്നു നമ്മൾ ഏൺ ചെയ്ത് ഇങ്ങനെ എത്തിയുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഒന്നുമില്ല? എനിക്കില്ല. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ പറയാം, നമ്മൾ ഏൺ ചെയ്തിട്ട് ഞാൻ പറയാം ഗൈസ്, ഞാൻ വീട് വെച്ചു, ഓഫ് കോഴ്സ് ഞങ്ങൾ വീട് വെച്ചു, ഓക്കെ അതൊക്കെ ശരിയാണ്. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത് ഞങ്ങളൊരു നോർമൽ ലൈഫാണ് അല്ലേ. അതിൽ കുറച്ച് അപ്ഡേഷൻസ് വന്ന് മുമ്പ് ഞാൻ എല്ലാരെയും കൊണ്ട് ഫുഡൊന്നും കഴിക്കാൻ പോലും. പക്ഷെ ഇപ്പൊ ഞാൻ ആഴ്ചയിലൊരിക്കൽ ഇവർക്കൊന്നും താല്പര്യമില്ല, വലിച്ചു കെട്ടി ചാക്കിൽ പൂച്ചകളെ കൊണ്ടുപോകണവരെല്ലാരെയും കൊണ്ടുപോകും. തിരിച്ചു വരുമ്പോ അത്രയും ഇങ്ങോട്ട് പറഞ്ഞാൽ അത്രയും വരെ പള്ളിയും കേട്ട് എനിക്ക് ഛർദ്ദിക്കാൻ വിട്ടാണ്, എനിക്ക് മോശം സിക്നസ് ആണ്, ഇങ്ങനെയൊക്കെയുള്ള ബഹളങ്ങളെ കൊണ്ട് എന്തായാലും എല്ലാരെയും വലിച്ചു കെട്ടി ഞാൻ കൊണ്ടുപോകും. വല്ലപ്പോഴേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പോയാലും ഞാൻ കഴിക്കണ പുട്ടും മീൻ കറി. ഓക്കെ, ദോശ. സോ അപ്പൊ അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നെഗറ്റീവ് ഗൈസ്, ഇപ്പൊ ഞാൻ പറയട്ടെ, നെഗറ്റീവ് പറയും നമ്മൾ ഇനി സോഷ്യൽ മീഡിയയിലല്ല, നമ്മളൊരു ഇവിടെ ജീവിച്ചാലും നമ്മളെ ഒരു സൈഡ് അറിയാത്ത ആൾക്കാർ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ ഒരിക്കലും അതിലാലോചിച്ച് വിഷമിക്കാതെ പറയുന്നവർ പറയട്ടെ, നമുക്ക് നമ്മളെ അറിയാം, നമ്മളെ വീട്ടുകാർക്കും അറിയാം, ദൈവത്തിനും അറിയാം, പിന്നെ നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ച തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ. അമ്മയ്ക്ക് ഒരു ജീവിതം ഉണ്ടാവട്ടെ, എന്റെ അടുത്തേയും ആവാതാവാൻ പ്രാർത്ഥിക്കുമ്പോ ഇപ്പോഴേ തല കഴിച്ച് എന്നെ ആരും ജീവിപ്പിക്കല്ലേ. സ്നേഹം കൊണ്ടല്ലേ അവർ ചോദിക്കണം പറയണത്. അമ്മയ്ക്കും സിസ്റ്ററിനും റിലേഷൻഷിപ്പ് ആൻഡ് മാരേജിനെ കുറിച്ച് പറയാനുള്ള അഡ്വൈസ് എന്താണ്? അവിടെ എന്തെങ്കിലും അഡ്വൈസ് തരാണ്ടോ? എനിക്ക് എല്ലാം പഠിച്ച് പാസ്സായിരിക്കണല്ലേ. എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഞാൻ തോന്നുന്നു പറയാം. ഓക്കെ, അമ്മയ്ക്ക് സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കണം. അമ്മയുടെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ നടന്നത് കൊണ്ട് എന്തായാലും മകൾ എന്ന നിലയിൽ ചേച്ചി ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുകയുള്ളൂ എന്നറിയാം. ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് ചേച്ചി എന്ത് ടിപ്സ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ആൻഡ് അമ്മയ്ക്ക് ഇതിനോടുള്ള പ്രതികരണം എങ്ങനെയാണ് എന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇപ്പൊ നല്ല ചെറുക്കനല്ലേ കെട്ടാൻ പോകുന്നത്, അപ്പൊ പിന്നെ നമുക്ക് ഒരു കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, ഞാൻ ഇവരുടെ ലൈഫ് കണ്ട് പഠിച്ചുകൊണ്ട് ഞാൻ പറയാം, എന്റെ ലൈഫിൽ തന്നെ എനിക്ക് പാഠങ്ങൾ അത്യാവശ്യം ഉള്ളതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഞാൻ ഒരാളുടെ മാരേജ് ഒരു അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ ഇടപെടണ ഒരാളല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരാൾക്കും ഒരു അഡ്വൈസും കൊടുക്കാറില്ല. മാക്സിമം അങ്ങനെ വല്ല കൊടുക്കണമെങ്കിൽ ഞാൻ പറയാനുള്ളത്, എന്തുണ്ടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുക, പ്രശ്നം തുറന്ന് പറയാൻ നോക്കുക. പിന്നെ ഞാൻ പറയാം, ഇപ്പൊ നിങ്ങൾ പ്രശ്നം തുറന്ന് പറയണ ഒരാളാണ്, പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് കേൾക്കാനേ ഇഷ്ടമല്ലാത്ത താല്പര്യമില്ലാത്തവരാണെങ്കിൽ പിന്നെ ആ റിലേഷൻഷിപ്പ് നിങ്ങൾ കൊണ്ടുപോകണത് വെറുതെയാണ്. ഞാനിത് എന്റെ അഭിപ്രായമാണ് പറയണേ, എന്റെ മാത്രം അഭിപ്രായം ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ്. നിങ്ങളിപ്പോ നന്നായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ പ്രശ്നമൊക്കെ ഒരാളത്ത് പറയണം, പക്ഷെ മറ്റൊരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്, എന്ത് വന്നാലും എനിക്ക് കേൾക്കണ്ടേ, എല്ലാം നിന്റെ കുറ്റമാണ്, ഓക്കെ ഞാൻ വണ്ണം വയ്ക്കുന്നത് നിന്റെ കുറ്റമാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളൊരു ലിസണർ അല്ലാന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള കേൾക്കുക. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് രാത്രി തന്നെ സോൾവ് ചെയ്യുക. വെളുപ്പാങ്കാലയില് 3 മണിയായാലും സോൾവ് ചെയ്തിട്ട് കിടന്നുറങ്ങാൻ നോക്കുക. കപ്പിൾ ഓഫ് മന്ത്സ് ബാക്ക് യു വെയർ സീൻ മോസ്റ്റ്ലി വിത്ത് ഫ്രണ്ട്സ്. കുറച്ച് മാസമൊക്കെ മുന്നേ ഞാൻ കൂടുതൽ ഫ്രണ്ട്സുമായിട്ടായിരുന്നു. നൗ വി കാൻ സീ ദാറ്റ് ഗ്രൂപ്പ് എനിമോർ. മേ ബി യു ആർ ടേക്കിംഗ് യുവർ ടൈം ബട്ട് സ്റ്റിൽ ദ ക്ലോസ്നെസ് ഈസ് മിസ്സിംഗ്. ഈസ് ഇറ്റ് ജെനുവൻലി എ പ്രിഫറൻസ് ഓർ കൺസേൺ ടുവേർഡ്സ് ഫാമിലി ഓവർ ഫ്രണ്ട്സ്? ഗൈസ് ഞാൻ പറഞ്ഞുതരാം, ഇന്ന് നിങ്ങൾക്ക് കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു സൂര്യനാരായണ വർമ്മയെ നിങ്ങൾക്കറിയാവും. ഇതിനു മുമ്പ് കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിച്ച ഒരു
ഗംഗ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഡിസേർവ് ചെയ്യാത്ത ആൾക്കാർക്ക് എന്റെ പൈസ, എന്റെ ടൈം എല്ലാം ഞാൻ കൊടുത്തിട്ട് അവസാനം മറ്റേ എന്തോന്ന് മറ്റേ എന്താ ഷുഗർ കെയിനിൽ വെച്ചിരിക്കുന്ന മെഷീനിൽ വെച്ചിട്ട് അവസാനം ഒരു ചിന്നിച്ചെതറി ഇങ്ങനെ വരുമല്ലോ ഒരു സാധനം, ചണ്ടി, അതേപോലെ ആയി ഞാൻ. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാരണം, ഞാൻ ഇങ്ങനെ ലൈക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ പോകും, എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. ഇൻ കേസ് അവരുടെ ഫാമിലി ആവശ്യത്തിന് വരെ ഞാൻ ഹെൽപ്പ് ചെയ്ത് ഞാൻ അങ്ങനെ കൂടെ നിന്നിട്ടുണ്ട്. പക്ഷെ ഫൈനലി ഞാൻ എന്ത് എനിക്ക് കിട്ടിയെന്ന് ചോദിച്ചാല് ഓരോ പാഠങ്ങളാണ് ചേച്ചി. അങ്ങനെ ഒരു വലിയ പാഠങ്ങൾ പഠിച്ചു. അപ്പൊ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഫ്രണ്ട്സ്, ഫാമിലി, വാട്ട് എവർ എന്തോ ആയിക്കോട്ടെ, ഡിസേർവ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം കൂടെ നിൽക്കുക. ഡിസേർവ് ചെയ്യാത്ത ആൾക്കാരുടെ അടുത്ത് നിൽക്കാൻ പാടില്ല. കാരണം നിങ്ങൾ കൊടുക്കും തോറും അവർ നിങ്ങളെ ഒരു ATM അല്ലാതെ ATM ആയിട്ടേ കാണുള്ളൂ. അല്ലാതെ നിങ്ങൾ അവരൊരു മനുഷ്യനാണെന്നോ നിങ്ങൾക്ക് ഫീലിങ്സ് ഉള്ള ഒരു മനുഷ്യനാണെന്നോ. ഇൻ കേസ് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ടൈമിൽ അവൈലബിൾ ആവാതിരുന്നാൽ അത് ഒരു വലിയ പ്രശ്നങ്ങളാണ്. അപ്പൊ അതിനേക്കാളും നല്ലത് ഉള്ളതും കുടിച്ച് വീട്ടിലിരിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എവിടെയാണോ ഡിസേർവ് ചെയ്യുന്നത്, ഡിസേർവ് ചെയ്യുന്നിടത്ത് നിൽക്കുക. അത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ. ചില ഫാമിലി ആൾക്കാരുണ്ട്, നമ്മൾ എത്ര കൊടുത്താലും ഇവർക്ക് തികയൂല, അല്ലെങ്കിൽ നമ്മൾ എത്ര അവരെ കൂടെ നിന്നാലും ഇവർക്ക് തികയൂല. അവർ ഇങ്ങനെ എന്താ പറയണ അല്ലേ, ഇങ്ങനെ ഊറ്റുന്ന ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ വാട്ടവർ ഇത്തിൽ കണ്ണി, അതായത് ഒരു ചെടിയിൽ പടർന്നു കയറും ആ ഇത്തിൽ കണ്ണി. പക്ഷെ ആ ചെടി എന്ന് പറയണത് കയറിക്കോളാൻ പറയും. പക്ഷെ ആ ചെടി ഗ്രാജുവലി ആ മരം എന്ന് പറയണത് പാരസൈറ്റ്, അങ്ങനെ പാരസൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്, ആലോചിക്കുക, ഡിസേർവ് ചെയ്യുന്നിടത്ത് മാത്രം നിൽക്കുക. ഫ്രണ്ട്സ് ഓർ ഫാമിലി, വാട്ട് എവർ ഇറ്റ് ഈസ്. മാളുവിന്റെ ഫുൾ ബോഡി സ്കിൻ ടോൺ ഇങ്ങനെയായി, പ്ലീസ് ടെൽ, മറ്റുള്ളവർക്ക് ഹെൽപ്പ് ആവും. പറഞ്ഞോട്, ഞാൻ പറയണേക്കാളും നീ പറഞ്ഞോട്. ഞാൻ പറയാം. കൊച്ച് 1 വർഷത്തോളം കൊണ്ട് പഞ്ചസാര കഴിക്കാനില്ല, മധുരം ഒന്നും കഴിക്കൂല, ഷുഗർ കട്ട്, ബേക്കർ ഫുഡ് ഒന്നും കഴിക്കൂല. പിന്നെ സ്കിൻ കെയർ ഉണ്ട് ഗൈസ്, പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയർ ഉണ്ട്. ഞാൻ അവള് വെള്ളം കുടിക്കും. പിന്നെ വേറൊരു കാര്യം, വീട്ടിന്റെ വെളിയിറങ്ങാറില്ല. അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടല്ല. വീട്ടിന്റെ അല്ല, മുറിയുടെ വെളിയിറങ്ങരുത്. അമ്മയ്ക്ക് അപ്പൂനെയാണോ ഇഷ്ടം അല്ലെങ്കിൽ ഗംഗയാണോ? ഇത് മറ്റേ ഞാൻ പറയട്ടാ, ഇത് മറ്റേ കൊച്ചു പിള്ളേർ 3 വയസ്സായ പിള്ളേരെടുത്ത് അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടം എന്ന് ചോദിക്കുമല്ല. അത് എനിക്ക് അപ്പവും അമ്മവും മാളും 3 പേരെ ഒരേപോലെ ഇഷ്ടം. നമ്പർ യെസ്, മാള് വഴക്കുണ്ടാക്കും. മാള് നമ്പർ 1, അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരെ സ്നേഹിക്കാവുന്നു. ഇല്ല മക്കളെ, നിങ്ങൾക്ക് 3 പേർക്കും എന്തിനു വന്നാലും പുറത്ത് പറയുമ്പോ ഞാനാണ് നമ്പർ 1. ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതുകൊണ്ട് മുഴുവൻ ടൈം ഫോണിലായിരിക്കും സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ അതൊരു അഡിക്ഷൻ ആയിട്ട് മാറിയിട്ടുണ്ടോ? ഏതെങ്കിലും രീതിയിൽ ഫോൺ ലൈഫിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടോ? ഓഫ് കോഴ്സ് ഗൈസ്, കാരണം ഫോൺ അഡിക്ഷൻ എന്നുള്ള അഡിക്ഷൻ ഒന്നും ഇല്ല നിനക്ക്. ഫോൺ അങ്ങനെയില്ല. ഞാൻ ഫോൺ മാറ്റി വെച്ചിട്ട് ഞാൻ എന്റെ കാര്യം നോക്കുകയും, ഞാൻ ഇപ്പം ഞാനും അപ്പും കൂടെ എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ ഫോണൊന്നും എടുത്തു വെക്കാതെ ഞങ്ങൾ ഫോണൊക്കെ മാറ്റി വെച്ചിട്ടാണ് സംസാരിക്കാറുള്ളത്. അപ്പം എനിക്കങ്ങനെ അഡിക്ഷൻ ഒന്നുമില്ല. പക്ഷെ കൂടുതൽ കാര്യങ്ങൾ, എന്റെ പല കാര്യങ്ങളും ഫോൺ വഴി അല്ല, ഒരു 90% കാര്യങ്ങളും എന്റെ ഫോൺ വഴിയാണ് എന്റെ വർക്കും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഓഫ് കോഴ്സ് ഫോൺ എപ്പോഴും ഉണ്ടാവും. അഡിക്ഷൻ ആയിട്ട് ഇല്ല, അഡിക്ഷൻ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, കല്യാണം കഴിഞ്ഞ് ചെക്കന്റെ വീട്ടിലായിരിക്കുമ്പോൾ എന്നാൽ അമ്മേനെ മിസ് ചെയ്യുമോ? ഗൈസ്, അങ്ങനെ ഞാൻ ഇത് നമ്മള് 2026 അല്ലേ, അപ്പൊ ചെക്കന്റെ വീട്ടിൽ പോകുമോ? അതിന്റെ ആവശ്യമില്ല. ഞങ്ങള് ഏതാണോ ഞങ്ങൾക്ക് കൂടുതലും കംഫർട്ട് ആയിട്ടുള്ളത്, ഞങ്ങൾക്ക് കൂടുതൽ ഞങ്ങളുടെ വർക്കിന് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള, അപ്പൊ അവിടെ എവിടെയായിട്ട് മാറിയും തിരിഞ്ഞ് നിൽക്കും. 2 വീട്ടുകാർക്കും അതിൽ ബുദ്ധിമുട്ടില്ല. ഓൾറെഡി ഞങ്ങൾ കല്യാണം എന്നുള്ള എത്തിയപ്പോഴേ ഞങ്ങൾ കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലാരോ അമ്മ എന്റെ അടുത്ത് കല്യാണം ചോദിക്കുകയാണ്. കല്യാണം പോലും കഴിഞ്ഞില്ല, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ബേബി പ്ലാനിങ് ഉണ്ടോ എന്ന്. ഇത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ എക്സെപ്റ്റ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. വാട്ടവർ, കൊച്ചായിക്കോട്ടെ, ഞങ്ങൾ മാറി നിൽക്കാനായിക്കോട്ടെ, പോണായിക്കോട്ടെ, ഫിനാൻഷ്യൽ കാര്യങ്ങളായിക്കോട്ടെ, എന്ത് കാര്യങ്ങളായിക്കോട്ടെ, അത് ഞങ്ങൾ ഓൾറെഡി കല്യാണത്തിന് മുന്നിൽ ഒഫീഷ്യലി ഒക്കെ ആകണം ഞങ്ങളിത് സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ നിൽക്കണേലും അവിടെ നിൽക്കണേലും ഞങ്ങൾ പരസ്പരം സംസാരിച്ചിട്ടുണ്ട്. സോ അതൊരു വലിയ ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നോ ഗോൾഡ് മാരേജ് ആണോ പ്ലാൻ ചെയ്യുന്നതെന്ന്? അത് ഇപ്പോഴല്ല ഗൈസ്. ഇപ്പോഴും നോക്കുമ്പോൾ സ്വർണ്ണത്തിന് അത്യാവശ്യം നല്ല വിലയുണ്ട്. ഇപ്പോഴെന്നല്ല, ഒരു 18 വയസ്സ് മുതൽ, 18 വയസ്സെന്നല്ല, ഞാൻ എനിക്ക് ഒരു 20-21 എന്റെ കല്യാണം എന്നുള്ള സംഭവം വന്നപ്പോൾ മുതൽ ഞാൻ എന്റെ മനസ്സിലുണ്ടായിരുന്നതാണ്, ഞാൻ ഒരു തരി സ്വർണം ഇടൂല എന്നുള്ളത്. ഇട്ട അത്രയും ഞാൻ വാങ്ങിച്ചാണ്. എന്റെ ഈ കമ്മല്, ഈ മൂക്കുത്തി, വട്ടവർ ഇറ്റീസ്, അതൊക്കെ ഞാൻ ഇടും. മൂക്കുത്തി ചിലപ്പോൾ മാറ്റിയായിരിക്കും ഇടണം. അത് ഈ കമ്മലൊക്കെ ഇതിൽ തന്നെ ഊരിയിട്ടിടാൻ പാടാണ്, അതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഞാൻ സ്വർണം ആണ്. ബാക്കി മീൻസ് അതായത് 7 പവന്റെ ഒരു ആമാടത്താലി, മറ്റേ പട്ടിത്തൊടലി കണക്കത്തെ ഒരു ചെയിൻ, അങ്ങനെ പല വാക്കുകളും എന്റെ ഉണ്ട്. നിങ്ങളില്ലെന്ന് പറഞ്ഞ് അങ്ങനത്തെ സാധനം ഒന്നും
ഉള്ളതൊന്നും ഞാൻ ആമാടെ പെട്ടിയതാ കേട്ടിട്ടുണ്ട്. ദാമാട താലി പെട്ടിയുണ്ടുള്ള പുതിയ സാധനം. സോ ഗൈസ്, അപ്പൊ അങ്ങനെയുള്ളതൊന്നും ഞാൻ ഇടൂല. കാരണം ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു നോ ഗോൾഡ് മാരേജ് ചെയ്യുള്ളൂ എന്നുള്ളത്. പക്ഷെ അത് എന്റെ ലൈഫിൽ പല തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കാണൂലേ ശ്രീധനം എന്നുള്ള പേരിൽ ഒരുപാട് പേര് ഇഷ്യൂസ് ഉണ്ടാക്കണത്. അതേപോലെ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. BMW കാറ് വേണം, ഇല്ലെങ്കിൽ ഔഡി കാറ് വേണം, ഇല്ലെങ്കിൽ കല്യാണത്തിന് ഒരു 50, 75 അല്ലെങ്കിൽ 100 പവന്റെ സ്വർണ്ണം ഇടണം, ഇല്ലെന്നുണ്ടെങ്കിൽ ലൈക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന എന്നെ താലി കെട്ടിക്കൊണ്ടുപോയി എന്നെ മച്ചിന്റെ പുറത്തിരുത്തി നോക്കാന്ന് വിചാരിക്കുന്ന ആള് വിചാരിച്ചു ലൈക്ക് ഫാമിലി എന്ത് വിചാരിക്കും, നാട്ടുകാർ എന്ത് വിചാരിക്കും, എനിക്കൊന്നും കിട്ടിയില്ലേ, അയ്യോ അവനൊന്നും കിട്ടിയില്ലേ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും സ്റ്റിൽ നമ്മുടെ ഇടയിലുണ്ട്. സോ അതുകൊണ്ട് ഞാൻ പറയാണ്, ഞാൻ ഒരു ഇതിടൂല, ഒരു സ്വർണ്ണം ഒന്നും ഇടൂല. ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും സ്വർണ്ണം ഉണ്ടെങ്കിൽ അത് എനിക്ക് കൊള്ളാം, എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എനിക്ക് അതെടുത്ത് ഉപയോഗിക്കാം, അത്രേ ഉള്ളൂ. എന്നും പറഞ്ഞ് ഞാൻ ഇവിടെ 100 പവൻ അടിക്കി വെച്ചാൽ നിങ്ങൾ വിചാരിക്കരുത്. എനിക്ക് ഈ മൂക്കൂത്തിയെ മാത്രമേ ഉള്ളൂ, എനിക്ക് അത് കിടക്കണ കമ്മലുകൾ. അപ്പൊ അതുകൊണ്ട് മൂക്കൂത്തി വന്നാൽ നിങ്ങൾക്ക് ഒരു 5 എണ്ണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു സ്വർണ്ണം ഇടൂല. ഞാൻ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് സ്വർണ്ണം പെമ്മക്കളെ കെട്ടിച്ചയക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വർണ്ണം മറ്റുള്ളവരെ നാട്ടുകാരെയും ബന്ധുക്കളെയും ചെറുക്കന്റെ വീട്ടുകാരെയും ചെറുക്കനെയും കാണിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് സ്വർണ്ണം ഇട്ട് അവർ കെട്ടിച്ചയക്കും. ഈ വയസ്സാം കാലത്ത് ഇവര് മരിക്കുന്നവരെ ജോലി ചെയ്യണം ഈ ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എനിക്ക് ഒരു താല്പര്യമില്ല ആ പരിപാടിയോടെ കൂടെ. ഞാൻ പറയാം, ഇഷ്ടമുള്ള ആൾക്കാർ കാണും, പക്ഷെ ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഞാൻ ഒരു സ്വർണ്ണം ഇടൂല. സ്ത്രീധനം അല്ലെങ്കിൽ ഈ ഗോൾഡ് കൊടുക്കുക എന്നുള്ള പരിപാടി ഞാൻ ഇടൂല. നാളെ എനിക്കൊരു കുഞ്ഞുണ്ടായി, എനിക്കൊരു മോളുണ്ടായാലും ആ ഒരു പരിപാടി വെച്ച് കെട്ടിയതാണ്. നമ്മളെ അതായത് എന്റെ ഫാമിലിയിൽ നിന്ന് ആരും ഒരാൾക്ക് സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിച്ച് പോവേയില്ല, സ്ത്രീധനം കൊടുക്കുകയില്ല. പിന്നെ എന്തെങ്കിലും കല്യാണമൊക്കെ അവർക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് സ്വന്തമായിട്ട് കഴിച്ചോണം, ആരും വീട്ടുകാരും കെട്ടിച്ചു വിടയില്ല. എന്റെ അടുത്ത ഓക്കെ. കല്യാണം എപ്പോഴാണ്? കല്യാണം ആസൂൺ ഈ വർഷം തന്നെ ഉണ്ടാവും. ഏജ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് ഗംഗ ആൻഡ് അപ്പു. അപ്പുവിൻ്റെത് April 12 അപ്പു 1998 April 12 അപ്പുവിന്റെ ബർത്ത്ഡേ. എന്റേത് 1999 June 22. മറന്നില്ല, 23 February. മാരേജ് എങ്ങനെ നടത്താനാണ് ആഗ്രഹം? മാരേജ് എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് നടത്താനാണ് ഗൈസ് എനിക്ക് ആഗ്രഹം. വളരെ സിമ്പിൾ. ഇപ്പോഴേ ഇവര് ചിരിക്കുന്നുണ്ട് ഗൈസ്. എന്റെ കണ്ണിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് മാരേജ്. എന്ത് മാരേജ് സിമ്പിൾ അല്ലേ? കാരണം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ മാരേജിലുള്ളൂ. പിന്നെ റിസപ്ഷൻ മാത്രമാണ്, അത് ഞങ്ങൾ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, വയ്ക്കണോ വേണ്ടേന്നൊക്കെ ഉള്ളത്. അപ്പൊ റിസപ്ഷൻ മാത്രമാണ്. കാരണം എനിക്ക് അത്യാവശ്യം കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി, അപ്പൊ അവരെല്ലാം വെച്ചിട്ട് റിസപ്ഷൻ. മാരേജ് വളരെ സിമ്പിൾ ആയിരിക്കും. ഹൗ ടു ഫോർഗെറ്റ് ആൻഡ് മൂവ് ഓൺ ഫ്രം എ ബിട്രയൽ ബ്രേക്കപ്പ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? മെല്ലത്തിൽ ചോദിച്ചാൽ പറയും. ഒരു ബിട്രയൽ ബ്രേക്കപ്പിൽ നിന്ന് ഗൈസ് ഞാൻ നല്ല സമയം എടുത്തിട്ടാണ് ഞാൻ മൂവ് ഓൺ ആയത്. എനിക്കിപ്പോൾ ഒരു പെണ്ണിന്റെ പേരിൽ ചതിച്ചാലും എനിക്ക് വലിയ വിഷമങ്ങളുണ്ടായിരുന്നു. പക്ഷെ എന്നെ ഫിനാൻഷ്യലി ചീറ്റ് ചെയ്തപ്പോൾ ഐ എം ലിറ്ററലി ഗൈസ് എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം എനിക്കത് പറഞ്ഞ് അറിഞ്ഞൂടാ. പക്ഷെ എനിക്കിപ്പം നന്നായി. താങ്ക് യു യൂണിവേഴ്സ്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തൊഴുകുന്നു. താങ്ക് യു അമ്മ, തൊഴുവായി. താങ്ക് യു. കാരണം നന്നായി, അങ്ങനെ ചതിച്ചതിന് അങ്ങനെ പറ്റിച്ചതിനൊക്കെ നന്നായി. താങ്ക് യു. ദ വൺ മെമ്മറി വിത്ത് യുവർ ഫ്രണ്ട്സ് ദാറ്റ് വിൽ മേക്ക് യു സ്മൈൽ വെനെവർ യു തിങ്ക് അബൌട്ട്. എന്റെ ഫ്രണ്ട്സ് എന്നുള്ളതിനേക്കാളും എനിക്ക് എന്റെ ഫ്രണ്ട് മീനാക്ഷിയുടെ ചില കാര്യങ്ങൾ ഞാൻ ഓർത്ത് ഇവിടെ ചിരിക്കാറുണ്ട് ഗൈസ്. എവിടെയെങ്കിലും ഞാൻ മീനാക്ഷി എന്റെ അടുത്ത് പറയും, എടി സൂക്ഷിച്ചു പോണേ തെന്നി വീഴുമെന്ന് പറഞ്ഞിട്ട് നാക്കെടുത്ത് വായിട്ടുണ്ട് നടുതല്ലി വീഴണത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ മീനാക്ഷി. അപ്പൊ മീനാക്ഷിയാണ് ഞങ്ങളൊരു ഫൺ എലമെന്റ്. മീനാക്ഷിക്ക് ഇങ്ങനെ ഒരു ഭരണം ഭയങ്കര ഇഷ്ടമാണ്. മീനാക്ഷി ഞങ്ങളോട് തന്നെ ഞങ്ങളൊരു സ്വന്തമായിട്ട് ഒരു പാർട്ടി ഇറക്കി ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തണം. മീനാക്ഷി അപ്പൊ ചുമ്മാ ഇരിക്കണം, എന്റെ അച്ചുവ കിടക്കണം എന്നൊക്കെ പറയും. അതായത് ചുമ്മാ എന്റെ അച്ചു കിടക്കുമ്പോഴൊക്കെ എനിക്ക് അവളെ കണ്ടാലും മടി കയറിയിരിക്കും. അത് മാത്രമല്ല എന്റെ അബിക്ക് റീസെന്റ് ആയിട്ട് വയ്യാതെ പനിയായി. എനിക്ക് പനിയായിരുന്നു, ഇപ്പോഴും സ്റ്റിൽ ഹാവ് ചുമ. അപ്പൊ പനിയായ സമയത്ത് ഈ ചെറുക്കൻ തിരിഞ്ഞ് നിന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത കരിക്കാണ്ട് അവിടെ വെച്ചേക്കുന്നു. ആ ചെറുക്ക് അതൊന്നും ചെയ്യണ്ട, ആ കരിക്കില്ലാണ്ട് ചെന്ന് തൊട്ടപ്പം മീനാക്ഷി അതിനിടയ്ക്ക് തണുത്തെടുത്തതല്ലേ നീ. അപ്പൊ ആ ചെറുക്ക് ഇങ്ങനെ നോക്കണം. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ മീനാക്ഷി അതൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കണ്ട എന്റെ മക്കളില്ലെങ്കിൽ വീട് ഇറങ്ങിപ്പോ. യെസ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചിരിക്കാറുണ്ട്. അപ്പൊ മീനാക്ഷിയാണ് ഞങ്ങളൊരു കോമഡി പീസ്. ഓ ഗൈസ്, ഇനി എനിക്ക് അറിഞ്ഞൂടെ ഇത്രയും പേരെന്തോ മാരേജ് കഴിഞ്ഞാൽ ഹോം ഷിഫ്റ്റ് ആവുക, അത് ആരോ കമന്റ് ഇട്ടിങ്ങനെ പിന്നെ പോവാതെ ഇവിടെ കയറിയിരിക്കുന്നൊക്കെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എനിക്കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീട് വെച്ച തന്നെ. അപ്പൊ പിന്നെ ഇപ്പം ഓഫ് കോഴ്സ് ഇപ്പൊ ചില ആൾക്കാരുണ്ട് അങ്ങനെ, അവൾ വെച്ച വീടാണ് ഇവിടെ വന്ന് താമസിക്കും, അങ്ങനെയൊന്നും അപ്പൂനില്ല. എനിക്ക് ഏതാണോ സൗകര്യം അതില്. അതായത് അപ്പൂന്റെ ജോബ് എന്ന് പറയുമ്പോഴത്തേക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൂനൊരു ലാപ്ടോപ്പ് ഒരു ചെയറും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൂന്റെ ഒരു ടേബിളും ചെയറുണ്ടെങ്കിൽ അപ്പൂന്റെ ജോലി എവിടെയായാലും സുഖമായി പോവും, വൈഫൈ ഉണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷെ എന്റേത് അങ്ങനെയല്ല. അതിനനുസരിച്ച് ഞങ്ങൾ രണ്ടിടത്താണ് നിൽക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് നീ പോടില്ലേ എന്നൊക്കെ ചോദിച്ചു ഇനി ഓട്ടിച്ചോണ്ട് വരും. 3 പേരെടുത്തുവാണേ.
അപ്പുചേട്ടൻ വന്നതിന് ശേഷം നമ്മുടെയൊക്കെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ. അമ്മയ്ക്ക് ഒരുപാട് ഇങ്ങനെ വായില് പക്ഷെ ഒന്നും പറയാൻ അറിഞ്ഞൂടാ. എന്ത് അത്ര ചൊറിഞ്ഞാ നിങ്ങൾക്ക് വരണത് പറയാൻ? നമുക്ക് നല്ല സമാധാനമുണ്ട്, നിന്റെ സ്വഭാവത്തിൽ തന്നെ നല്ല മാറ്റമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ എന്നും ഞാൻ ഉറക്കം എണീക്കുമ്പോൾ എന്റെ കണ്ണിന്റെ ഇവിടെ ഒരു വീർത്ത തടം കെട്ടിയിരിക്കും. ഞാൻ കരഞ്ഞ് 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 വെളുക്ക കരഞ്ഞിട്ട് ഞാൻ രാവിലേക്ക് അമ്മ ചോദിക്കും എന്ത് നിന്റെ കണ്ണിൽ. അതല്ല എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് കരഞ്ഞു വിളിച്ചൊക്കെ ആയിരിക്കും വരണം. അതിപ്പോ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. പീസ്ഫുള്ളി ലിവിങ് വിത്ത് മാൻ ടച്ച് വുഡ്. മാളുവിന് അപ്പൊ വന്നതിന് ശേഷം മീൻസ് വേറൊരു കുടുംബത്തിലാണെന്ന് തോന്നൂല. സത്യം. അങ്ങനെ തോന്നിയിട്ടില്ല. എന്ന് വെച്ചാ ഓ മരുമോൻ നല്ല മറുമോൻ, മരുമോനല്ല മോൻ. എന്നുവെച്ചാൽ അങ്ങനെ ഒരു എനിക്ക് ഞങ്ങൾക്ക് ഫീൽ ചെയ്താൽ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരാളെ പോലെ ഞങ്ങൾക്ക് എന്തും പറയാൻ ഷെയർ ചെയ്യാം, ജഡ്ജ് ചെയ്യാൻ വരൂല. അപ്പോൾ എന്റെ ലൈഫിൽ വന്നതിന് ശേഷം എനിക്ക് അത്യാവശ്യം കുറച്ച് ചിന്താഗതികളിൽ മാറ്റം വന്നിട്ടുണ്ട്, കുറെ കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, എന്റെ ലൈഫിൽ വന്നതിന് ശേഷം എനിക്കുണ്ടാ മാറ്റം എന്ന് പറയുന്ന ഗൈസ്, ഞാൻ സമാധാനമായിട്ട് കിടന്നുറങ്ങുക എന്നുള്ളൊരു സംഭവം എനിക്ക് ലൈഫിലോട്ട് കൊണ്ടെത്തിച്ചെന്ന അപ്പുവാണ്. അതായത് എനിക്ക് ഭയങ്കര ഒരു ടൈമിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്കിങ്ങനെ ഒരു മെഷീനെ പോലെ ആയിരുന്നു ഞാൻ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓവർ തിങ്കിങ്, സോൺ ഔട്ട് ഭയങ്കര സീനായിരുന്നു. പക്ഷെ അപ്പു ലൈഫിൽ വേണ്ട ഓവർ തിങ്കിങ് ഇല്ല, സോൺ ഔട്ട് ഇല്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. ഐ ജസ്റ്റ് ചിൽ മോഡ് ഓൺ ആണ്. അതങ്ങനെ തന്നെ ഇനി അങ്ങോട്ട് പോകണം എന്നാണ് എന്റെ ആഗ്രഹം. ബിഗ്ഗസ്റ്റ് ഫിയർ, നിങ്ങളെ ഏറ്റവും വലിയ പേടി പറയണം. നിന്റെ ജീവിതം എങ്ങനെ ആവുന്ന എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു മക്കളെ. ഇതൊക്കെ അല്ല, നീ കല്യാണം കഴിക്കൂല എന്ന് ചെറുതിലേ പറയും. നിന്റെ അഭിപ്രായം എപ്പോഴും മാറിയിട്ടില്ലല്ലോ. എന്നെ പോലെ ആവോ നീ? കെട്ടണം എങ്ങനെ ആയിരിക്കുമോ? അങ്ങനത്തെ സ്വഭാവക്കാരനായിരിക്കും എന്നൊക്കെ ഭയങ്കര ടെൻഷനുള്ള, ഉറക്കമില്ലാത്ത സമയം ഉണ്ടായിരുന്നു. ഓക്കെ, മാളുവിന് ബിഗ്ഗസ്റ്റ് പേടി. പേടിയൊന്നുമില്ല ഗൈസ്, എനിക്ക് ഇരുട്ടാണ് പേടി. എനിക്ക് ഇരുട്ട് പേടിയാണ്. എനിക്ക് വേറെ ഒക്കെ ഞാൻ കുറെ ലൈഫിൽ കണ്ടും ഇതൊക്കെ അനുഭവിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. സോ ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് ഇതായി കഴിഞ്ഞു. ഞാൻ കച്ച കെട്ടി ഇറങ്ങിയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കില്ല. പക്ഷെ എന്റെ ഏറ്റവും വലിയ പേടി ഇരുട്ടാണ് ഗൈസ്. ഇരുട്ടത്ത് തന്നെ ആരോ ഇന്നാള് അമ്മൽ ഇവിടെ താഴെ വന്നിരുന്നില്ലേ, അപ്പൊ കറണ്ട് പോയല്ല, അപ്പൊ ഞാൻ ഇവിടെ കിടന്ന് വിളിച്ചില്ലേ. അതായത് ഞങ്ങളുടെ ഇവന്റിന്റെ ഇതിന് വേണ്ടിയിട്ട് ട്രാവൻകൂർ അമൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അപ്പു ഞങ്ങൾ എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നു ഇവന്റിന്റെ പ്ലാൻ ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ഞാൻ കിടന്ന് വിളിച്ചില്ലേ, അപ്പൊ എനിക്ക് എന്താണ് തോന്നിയ അപ്പു ഓടി വന്നു. പക്ഷെ എന്റെ ആ സമയത്ത് എനിക്ക് എന്താണ് തോന്നിയ ചെവിയിൽ ആരോ ഒന്നാണ്ട എന്നെ മാത്രം ഇങ്ങനെ ആക്കണമെന്ന്. എനിക്ക് ഭയങ്കരമായിട്ട് സിനിമ. എത്ര തണുപ്പുള്ള സ്ഥലത്ത് ഞാൻ പറഞ്ഞു ഇത് വിയർത്ത് പോകും കറണ്ട് പോയി കഴിഞ്ഞാൽ. ഓൺ ഡ്രീം ടു അച്ചീവ് നെക്സ്റ്റ്. നിങ്ങൾ അടുത്ത സ്വപ്നം എന്തേര് അല്ല നിന്റെ കല്യാണം പാമ്പ് വേണോന്നാ? ഓക്കെ ഗൈസ്, ഒരു പെരുമ്പാമ്പിനെ വാങ്ങുന്നത്. നിന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ എന്റെ കൊച്ചിനെ തൊടാതെ മാളു ജോലി. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് മാളിന് ജോലി. അത് കഴിഞ്ഞ് കൂടിൽ ഡോഗ് അല്ലേ, അത് സെറ്റ് ചെയ്ത് തരാം അമ്മ. ഡോഗ് എന്ന് സാധനം എവിടെയാണ് ഉള്ള? രണ്ടുപേരെ തന്നെ കൊണ്ട് ഞാൻ പറഞ്ഞു വിട്ടു. ഇത്ര ഉള്ളത് പൂടിൽ ഡോഗാണ്. കുഞ്ഞാവച്ചി ഗംഗ ഹെൽപ്പ് മീ. എനിക്ക് ലൈഫിൽ സക്സസ് ആവണം. ലൈക്ക് യു. താങ്ക് യു സോ മച്ച്. റെസ്പെക്ട് വേണം. ലൈക്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. യു വർക്ക് ഹാർഡ്. യെസ്. ഇതെല്ലാം ഒറ്റയ്ക്ക് ഉണ്ടാക്കി നല്ലൊരു ലൈഫ് കെട്ടിപ്പടുത്തി. യു ആർ ഇൻസ്പയറിംഗ് ടു ഓൾ. വുമൺ പവർ. എനിക്കും ഇതുപോലെയൊക്കെ കഴിഞ്ഞെങ്കിൽ ഞാനും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നു? ഓഫ് കോഴ്സ് എന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നു. എനിക്ക് 2-3 ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യാൻ എന്തിനെങ്കിലും എഡിറ്റ് ചെയ്യാൻ ആളുണ്ടായിരുന്നു. എനിക്ക് ഒരു 10 വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. 10 വീഡിയോ എനിക്ക് ഇപ്പോഴും ഗ്രേറ്റ്ഫുൾ ആണ് കേട്ടോ ആ വ്യക്തിയുടെ അടുത്ത്, അങ്ങനെ ആ ഒരു ഹെൽപ്പ് ചെയ്തതിനും എല്ലാത്തിനും. പക്ഷെ അത് കഴിഞ്ഞിട്ട് സ്വയം ഞാൻ യൂട്യൂബ് നോക്കി എഡിറ്റിംഗ് പഠിക്കുകയാണ് ചെയ്തത്. അതോ എല്ലാം തനിയെ ചെയ്താണ്. പിന്നെ അതിനുശേഷം ടിൽ നൗ നമ്മൾ ഈ വീട്ടിൽ കയറാനില്ലേ, ഈ വീട്ടിൽ കയറുന്നതിന് മുമ്പ് വരെ ഞാനാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ എല്ലാ വീഡിയോസും. സോ തനിയെ മോഡലിംഗ് ഒക്കെ എങ്ങനെ പോകാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ മോഡലിങ്ങിനൊന്നും പഠിച്ചിട്ടില്ല. മോഡലിംഗ് എനിക്ക് അറിഞ്ഞുകൂടല്ല. നിങ്ങൾ ഈ കാണുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള 2 നടത്തം തന്നെ എൻ്റെ മോഡലിംഗ്. അതൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. ഞാൻ അങ്ങനെയൊന്നും പറ്റില്ല. ഞാൻ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നോക്കും, പറ്റുമോ നോക്കും. എനിക്കവിടെ ഞാൻ എന്താണോ അതാണ് ഗൈസ്. നിങ്ങൾ കാണാൻ ഞാൻ പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യലായിട്ടൊന്നും കുത്തി കയറ്റിയിട്ടില്ല. എനിക്ക് തെറാപ്പി എടുക്കണം. സോ ഐ നീഡ് ടു ലീവ്. പക്ഷെ ഒരുപാട് ക്യാഷ് പെർ സെക്ഷൻ കൊടുക്കണം. അതിന് ഒരുപാട് സെഷൻസ് ഉണ്ടാവും. അതൊക്കെ അഫോർഡ് ചെയ്യാനില്ല. അപ്പോൾ നല്ലൊരു തെറാപ്പിസ്റ്റിനെ കിട്ടില്ല, അത് കഷ്ടമാണ്. തെറാപ്പിനെ സജസ്റ്റ് ചെയ്യുമോ? ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ മെന്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യമാണ്. അപ്പൊ എനിക്ക് ഒരിക്കലും ഇത് സജസ്റ്റ് ചെയ്യാൻ പറ്റൂല. കാരണം നിങ്ങൾ തന്നെ നമ്മളെ ട്രിവാൻഡ്രത്ത് നോക്കിയാൽ മതി. ഞാൻ റേറ്റിംഗ് ഒക്കെ അനുസരിച്ച്, ഗൂഗിളിൽ റേറ്റിംഗ് ഒക്കെ അനുസരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം അതൊക്കെ ഞാനിപ്പം സജസ്റ്റ് ചെയ്യും. ഞാൻ അവരെ പ്രൊഫഷൻ അത് ബാധിക്കാനേക്കാളും നല്ല നമ്മളൊന്നും മിണ്ടാതിരിക്കും. 2, തെറാപ്പിക്ക് പോകുന്നത് ബെസ്റ്റ് വേ ആണ്. കാരണം തെറാപ്പിക്ക് പോയാണ് ഞാൻ കുറേ ബെറ്റർ ആയത്. എനിക്കൊന്ന് എണീറ്റിരിക്കാനുള്ള ഒരു ആരോഗ്യം തെറാപ്പിക്ക് പോയതിന് ശേഷമാണ് കിട്ടിയത്. ഞാൻ കിടന്നു പോയായിരുന്നു. എനിക്കൊന്ന് എണീറ്റിരിക്കാൻ
ചെയ്ത് തെറാപ്പിക്ക് പോയതിന് ശേഷമാണ്. സോ തെറാപ്പി ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പിന്നെ തെറാപ്പിക്ക് പോകാൻ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ സ്വയം റിക്കവർ ആകുക, നമുക്ക് എനർജി കൊടുക്കുക. ഒറ്റ കാര്യം മൈൻഡ് ആലോചിച്ചാൽ നമ്മൾ എവിടെയെങ്കിലും വീണ് കിടന്ന നഷ്ടം ആർക്കുമില്ല, നമുക്ക് നമ്മളെ ഫാമിലിക്ക് മാത്രമാണ്. വേറെ ഒരാൾക്കും നഷ്ടമില്ല. നമ്മൾ ആ കിടത്തിയ ആൾക്ക് പോലും അങ്ങനെ മൈൻഡ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. അവരവരെ കാര്യം നോക്കി പൊടിയും തട്ടി പോവും. സോ അതുകൊണ്ട് മൈൻഡ് ചെയ്യേണ്ട. അപ്പൂനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെ അഫക്ട് ചെയ്തേ ഞാൻ ഇപ്പോഴും പറയാം ഗൈസ്. ഞാൻ വീഡിയോ ഇട്ടപ്പം ഓഫ് കോഴ്സ് എനിക്ക് ഇത്രയും എല്ലാവരുടെ ഇത്ര റിയാക്ട് ചെയ്യുന്നു, ഗ്രാമി ഗംഗയുടെ വരൻ എന്നൊന്നും പറഞ്ഞു ഇങ്ങനെ കുറച്ചൊക്കെ വരുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇത്രയും വൈറലാക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടിയിരുന്നു. പക്ഷെ ഞാൻ ഇത് മൈൻഡ് ചെയ്യാറില്ല. സത്യം കാര്യം നമുക്കറിയാം എങ്ങനത്തെ പയ്യനാണെന്നും അവന്റെ പാസ്റ്റ് എങ്ങനെയാണെന്നും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ആയിട്ട് അറിയാം. പിന്നെ വേറുള്ള ആരെയും നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഓഫ് കോഴ്സ് ഇതിൽ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ ഇപ്പൊ എനിക്കറിയാം. പൈസ കൊടുത്തു വരെ നെഗറ്റീവ് പറയിപ്പിച്ച ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വിശ്വസിക്കുന്ന ദൈവമുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നതാണ്. എന്റെ വീട്ടുകാർക്കറിയാം, എനിക്കറിയാം, ദൈവത്തിനറിയാം. അപ്പൊ വേറെ ആരെയും നമ്മൾ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്തുണ്ടെങ്കിലും അത് കാലം തെളിയിച്ചോട്ടെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതില് ഒരാള് ഫേക്ക് അക്കൗണ്ട് ആണ്, വിത്തിൻ മണിക്കൂറും മന്ത്സ് ഒക്കെ കൊണ്ടുണ്ടാക്കിയ അക്കൗണ്ടിൽ നിന്നാണ് ഗ്ലാമി തെരഞ്ഞെടുത്ത പാർട്ട്ണറെ ഇഷ്ടപ്പെടാത്തവരുണ്ടോന്ന്. ഇപ്പൊ എന്റെ അടുത്ത് വന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? മറ്റുള്ളവർക്ക് ഇഷ്ടം നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇഷ്ടമാണ്. എന്റെ അമ്മൂനും എനിക്കും ആളൂനും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ടവർക്കൊക്കെ ഇഷ്ടമാണ്. എന്നെ മറ്റുള്ളവരുടെ ഇഷ്ടം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ അങ്ങനെ നോക്കിയത് കാരണം മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിച്ചാല് അവരെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടി വരും. തുള്ളാൻ പറയുമ്പോ ചിരിക്കാൻ പറയുമ്പോ ചിരി, ഇതൊന്നും എനിക്ക് പറ്റൂല ഗൈസ്. അപ്പം ഇത് അങ്ങനെ ഒരു ലൈക്ക് ഇൻ കേസ് ഇത് അറിഞ്ഞുകൂടാത്തതാണ്. അപ്പൊ ആ വിവരം ഇല്ലായ്മയ്ക്ക് ഞാൻ അതിന് ഉത്തരം പറഞ്ഞുതരാം. അത് മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫാണ്, മറ്റുള്ളവരുടെ അടുത്തൊരു പേഴ്സണൽ ഡിസിഷൻ ആണ്. അപ്പൊ അതിനെ റെസ്പെക്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. വാട്ട് എവർ ഇറ്റ് ഈസ് അതിനെ റെസ്പെക്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവിടെ കയറി നീ കടയാടി എന്നൊന്നും പറഞ്ഞു വരേണ്ട ആവശ്യം. കടയാടി അങ്ങനെയൊന്നും പറഞ്ഞു വരേണ്ട ആവശ്യമില്ല. ഓക്കെ ഗൈസ്, അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്റെ എക്സുമായിട്ടുള്ള റിവഞ്ചിനാണോ ഞാൻ അപ്പുവിനെ കല്യാണം കഴിക്കുന്നതെന്ന്. ആദ്യം ചോദിക്കട്ടെ, ആരാണ് എന്റെ ഈ എക്സ്? ഓക്കെ, അപ്പൊ ആദ്യം കൊണ്ടുവരൂ. എക്സിനെ കൊണ്ടുവരും, എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. ആൻഡ് നെക്സ്റ്റ് ആ റിവഞ്ച്. അങ്ങനെ റിവഞ്ച് എടുക്കാനും ഗൈസ് 5 മിനിറ്റ് എടുത്ത് വെച്ച് ഞാൻ കല്യാണം കഴിക്കേണ്ടി വരൂല്ലേ റിവഞ്ച് എടുക്കാനാണെന്നുണ്ടെങ്കിൽ? പിന്നെ റിവഞ്ച് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും കല്യാണം കഴിഞ്ഞല്ല റിവഞ്ച് കല്യാണം കഴിച്ചോണ്ടല്ല റിവഞ്ച് എടുക്കാടാ. അല്ല, അടിപൊളിയായിട്ട് കവാലം നോക്കി അടിച്ചു കയറ്റി കൊടുക്കുക. എനിക്ക് അത്രയും പറയാനുള്ളൂ. ഒരടി ഞാൻ ഇന്നും ലൈക്ക് മറ്റേ മെന്റലിസ്റ്റ് ആരെങ്കിലും കിട്ടി എന്നെ മയക്കിട്ടുണ്ട് എക്സ് ഇങ്ങനെ കൊടുത്തേനെ. അല്ലാതെ ഞാൻ ഒരിക്കലും സ്വന്തം ജീവിതം വെച്ച് എക്സിന്റെ അടുത്ത് റിവെഞ്ച് എടുക്കാൻ ഞാൻ മന്ദബുദ്ധിയല്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യൂ? എനിക്ക് അവിടെ ചെയ്യുന്നവരുണ്ടായിരിക്കും, പക്ഷെ സ്വന്തം ജീവിതം വെച്ച് നമ്മൾ ഒരാളടുത്ത് റിവെഞ്ച് എടുക്കാൻ പറ്റുമോ? പക്ഷെ മേ ബി എനിക്ക് അറിഞ്ഞൂടെ. ഈ ആള് തന്നെ ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് തന്നെ, അക്കൗണ്ടിന്റെ പേര് ഞാൻ വെച്ചാൽ മിസ് ഓ ഒൽഫാൻ 7800. കുറച്ച് മാസങ്ങളായുള്ളൂ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട്. ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ അക്കൗണ്ട് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കേടാ. ഓക്കെ, അപ്പൊ എനിക്ക് പറയാനുള്ളത്, അപ്പൊ അങ്ങനെ ഇപ്പം റിവെഞ്ച് എടുത്ത് അത്ര മന്ദബുദ്ധി അല്ല ഗൈസ്. കാരണം സ്വന്തം ജീവിതം വെച്ച് എക്സിന്റെ അടുത്തും വൈയുടെ അടുത്തും ഡബ്ല്യുവിന്റെ അടുത്തൊക്കെ റിവെഞ്ച് എടുക്കാൻ വേണ്ടി ഞാൻ അത്ര മന്ദബുദ്ധി അല്ല. ആൻഡ് അപ്പു എന്നുള്ള ഒരു ഓപ്ഷൻ അല്ല, അതെനിക്ക് ദൈവം തന്നതാണ്. അത് ഞാൻ മേ ബി ഇത് ദൈവത്തിന്റെ റിവെഞ്ച് ആയിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തിന്റെ നമ്മൾ പറയൂലേ യെസ് ദൈവത്തിന്റെ ആ കരങ്ങളാണ് ഞങ്ങളെ കൊണ്ട് ചേർത്ത് വെച്ചത്. അപ്പൊ അത് എന്റെ റിവെഞ്ച് അല്ല. എനിക്ക് റിവെഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ തരത്തിൽ കളിക്കുക എന്നുള്ളൊരിതുണ്ട്. അപ്പൊ ഞാൻ തരത്തിൽ കളിച്ചോളാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ. സോ എനിക്ക് അങ്ങനെ ആരുടെ റിവെഞ്ചും ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാവരുടെ നന്ദി മാത്രമേ ഉള്ളൂ. എനിക്ക് നന്നായി, എനിക്ക് പറ്റിയ 5 സ്റ്റാർ, എല്ലാം ഡു നത്തിങ്, അങ്ങനെ അത്രേ ഉള്ളൂ ഗൈസ്. നന്നായി എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്റെ ഒരു സിറ്റുവേഷനിൽ നിന്നാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. ആ സിറ്റുവേഷനിൽ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നന്നായി, മുന്നേ നടന്നേക്കാൻ നന്നായി വേണ്ടാണ് ഇത്രയും സമാധാനമായിട്ട് എനിക്കിരിക്കണം. എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുമില്ല, ഒരു തെറ്റ് പോലും ചൂണ്ടിക്കാണിക്കയില്ല. ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് പോയതോ ഒന്നും എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു, എന്റെ ഒരു കാരണം കൊണ്ട് ഒരു റിലേഷൻഷിപ്പും ബ്രേക്കപ്പ് ആയിട്ടില്ല. സോ ആ ഒരു ആത്മാർത്ഥതയും കോൺഫിഡൻസും എനിക്കുള്ളിടത്തോളം കാലം എനിക്ക് ആരുടെ റിവെഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ദൈവമായിട്ടെടുത്ത തീരുമാനമാണ്. നീ ഇത്രയും അനുഭവിച്ചല്ലേ, സോ യു നീഡ് സമാധാനമായിട്ടിരിക്കും. യു ഡിസേർവ് ബെറ്റർ. അല്ലെന്നുണ്ടെങ്കിൽ ദൈവം വിചാരിച്ചുകൊണ്ടായിരിക്കാം
അങ്ങനെ ഇത്രയും പറ്റിച്ച ഒരാൾക്ക് ഈ ഒരു വ്യക്തി തന്നെ ഇരിക്കട്ടെ എന്ന് ദൈവം വിചാരിച്ചിട്ടുണ്ട്. എല്ലാം അറിയുന്ന ഒരു വ്യക്തി തന്നെ ഇരിക്കട്ടെ എന്ന് ദൈവം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പറ്റിക്കപ്പെട്ട ആക്ക് Yes. പറ്റിച്ച ആക്കല്ല. അപ്പൊ അത്രയും ഞാൻ വിചാരിക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ പറയണേ, എനിക്ക് ഈ റിവഞ്ച് ചെയ്യാൻ വയ്യ ഗൈസ്. റിവഞ്ച് എന്ന് ഞാൻ ഈ നിങ്ങൾ കാണണമെങ്കിൽ ഹിന്ദി സിനിമയിലെ വില്ലത്തിയോ തമിഴ് സിനിമയിലെ സീരിയലിലെ നടിയൊന്നും അല്ല ഞാൻ. മലയാള സിനിമ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇങ്ങനെ റിവഞ്ച് ചെയ്യാൻ വയ്യ. അങ്ങനെ റിവഞ്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ ദൈവത്തിന് വിട്ടുകൊടുത്തേക്കുന്നു എന്നുള്ളതാണ് സത്യം. കാരണം എന്റെ ഭാഗത്ത് തെറ്റില്ല, എന്റെ ഭാഗത്ത് 100 അല്ല 1000 തവണ എന്റെ ഭാഗത്താണ് ശരി എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് സോ ഐ ഡോണ്ട് കെയർ. അപ്പൊ ഈ ഫേക്ക് അക്കൗണ്ട് ഇടുന്ന ആൾക്കാർക്ക് എനിക്കൊന്ന് വീട്ടിൽ വരികയോ, ഓഫ് കോഴ്സ് ഫേക്ക് അക്കൗണ്ട് ആൾക്കാർക്ക് അറിയായിരിക്കും എന്റെ വീട് എവിടെയാണ് എന്താണ്. നമുക്ക് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാം. ഈ അറിയാന്നുള്ളവരല്ലേ ഒളിപ്പോര് വേണ്ട. സോ അപ്പൊ അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ Q&A. ആൻഡ് ഇതില് കുറച്ച് ക്വസ്റ്റ്യൻസിന് ഞാൻ ഉത്തരം തന്നിട്ടില്ല. ഞാൻ വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം. കാരണം അതിനെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ പലതിനെയും കുറിച്ച് സംസാരിക്കേണ്ടി വരും. അത് സംസാരിച്ചാൽ വേറെ പലരുടെയും ബാധിക്കണേക്കാൾ അവരുടെയൊക്കെ ഫാമിലിയെ ബാധിക്കും. അപ്പൊ എനിക്കത് താല്പര്യമില്ല. ഒരാളുടെ ഫാമിലിയെ സോഷ്യൽ മീഡിയയിലൊന്നും വലിച്ചിട്ട് എനിക്ക് താല്പര്യമില്ല. സോ അതുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.